നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാത്തമാറ്റിക്സ് ഫോർ ഇലക്ട്രിക്കൽ സയൻസ് ആൻഡ് ഫിസിക്കൽ സയൻസ് എന്നുള്ളത് ഗ്രൂപ്പ് ബിക്കാരുടെയും സിക്കാരുടെയും കോമൺ ആയിട്ടുള്ള പേപ്പറാണ്. S1 ഇവർക്ക് വരുന്ന പേപ്പറാണ്. 2024 സ്കീമിലുള്ള പേപ്പറാണ്. സോ ഇതിലെ ലാപ്ലേസ് ട്രാൻസ്ഫോം വരുന്ന നമ്മുടെ തേർഡ് മൊഡ്യൂളിലെ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ എന്നുള്ള ഭാഗമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറും ഉപയോഗിക്കുന്നുണ്ട്. ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഏരിയ ആണ്. നമുക്ക് ജസ്റ്റ് ആ ഒരു ഫോർമുല അറിഞ്ഞാൽ തന്നെ ഇത് സോൾവ് ചെയ്യാൻ പറ്റും. കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പറയേണ്ട ആവശ്യമില്ല. സോ ഞാൻ ജസ്റ്റ് ഫോർമുലയും അതുപോലെ തന്നെ ഒരു പ്രോബ്ലമാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ വേണമെങ്കിൽ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി. സോ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. ഇവിടെ ഞാൻ പറഞ്ഞു നമുക്ക് ജസ്റ്റ് ഒരു ഫോർമുല മാത്രം മതി. ആ ഫോർമുല എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. L of f of t minus a into u of t minus a എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു e raised to minus as L of f of t ആണ്. ഈ ഒരു ഫോർമുല മാത്രം പഠിച്ചാൽ മതി. ഇതിൽ ഈ യു എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഫംഗ്ഷനാണ് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷനാണ് ഇത്, ഈ യു എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് L of f of t minus a into u of t minus a എന്ന് പറയുന്നത് e raised to minus as L of f of t ആണ്. അപ്പം നിങ്ങൾ ഒരിക്കലും L of f of t into u of t minus a ഈ ഒരു ഫോമിലാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഫോമുല യൂസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പം നമുക്കൊരു പ്രോബ്ലം ചെയ്യുമ്പം ഞാൻ പറഞ്ഞുതരാം. ഇത് ഇങ്ങനെ തന്നെ വരണം. ടി മൈനസ് എ ആണ്, യു ഓഫ് ടി മൈനസ് എ ആണെങ്കിൽ ഇവിടെയും ടി മൈനസ് എ തന്നെ ആയിരിക്കണം വരേണ്ടത്. എഫിലും ടി മൈനസ് എ തന്നെ ആയിരിക്കണം വേരിയബിൾ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഫോർമുല നമുക്ക് യൂസ് ചെയ്യാം. ഇതിനെ വിളിക്കുന്ന പേരാണ് സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറം. നമ്മൾ ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറം പഠിച്ചിട്ടുണ്ട്. ഇത് സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറം ആണ്. ഓക്കെ, നമുക്ക് ഡയറക്റ്റ്ലി ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ L of t minus 1 whole square u of t minus 1 ആണ്. ഇതാണ് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ. നോക്കിക്കേ, ഇതിപ്പോൾ നമ്മളുടെ നേരത്തെ ഫോമുല അല്ലേ, എഫ് ഓഫ് ടി മൈനസ് 1 ഇൻറ്റു യു ഓഫ് ടി മൈനസ് 1 ഫോമുല അല്ലേ. കാരണം യു ഓഫ് എന്ത് വേരിയബിൾ ആണോ വന്ന് ആ വേരിയബിൾ തന്നെയാണ് ഇവിടെയും വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ എഫ് ഓഫ് ടി മൈനസ് 1 എന്ന് പറയുന്നത് എന്താണ്, ടി മൈനസ് 1 ഹോൾ സ്ക്വയർ ആണ്. നമുക്കറിയാം ഇതിൻ്റെ ഫോമുല എന്താണ്, ദിസ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് എ എസ് L of f of t ആണ്. അങ്ങനെയെങ്കിൽ ഈ രണ്ട് ഇക്വേഷന് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കുക എന്താണ് ഇവിടുത്തെ എ എന്ന് പറയുന്നത്, അതായത് എ എന്ന് പറയുന്നത് എന്താണ്, എ എന്ന് പറയുന്നത് 1 ആണ്. എ എന്ന് പറയുന്നത് 1 ആണ്. അതുപോലെ തന്നെ എഫ് ഓഫ് ടി മൈനസ് 1 ടി മൈനസ് 1 ഹോൾ സ്ക്വയർ ആണെങ്കിൽ എഫ് ഓഫ് ടി എന്താണ്, എഫ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ അത് ടി സ്ക്വയർ ആണ്. അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കാരണം എഫ് ഓഫ് ടി മൈനസ് 1 ടി മൈനസ് 1 ഹോൾ സ്ക്വയർ ആണെങ്കിൽ എഫ് ഓഫ് ടി എന്ന് പറയുമ്പോൾ ടി മൈനസ് 1ന് മൊത്തമായിട്ടാണ് ടി എന്നുള്ള വേരിയബിൾ എന്ന്. അപ്പോൾ ഇവിടെ ടി മൈനസ് 1ന് പകരം ടി എ വരും. സോ അത് ടി സ്ക്വയർ ആണ്. അങ്ങനെയെങ്കിൽ ഇത് എന്തായിട്ട് മാറും, ദിസ് ഇംപ്ലൈസ്, ഇതിൻ്റെ അർത്ഥം എന്താണ്, ഇ റേസ് ടു മൈനസ് എ എന്ന് പറഞ്ഞാൽ 1 ആയതുകൊണ്ട് ഇ റേസ് ടു മൈനസ് എസ് എൽ ഓഫ് എഫ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ ടി സ്ക്വയർ ആണ്. ദിസ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് എസ് എൽ ഓഫ് ടി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 factorial divided by s cube എന്നാണ്. സോ L of t minus 1 whole square u of t minus 1 എന്ന് പറഞ്ഞാൽ അതെന്താണ്, നമ്മൾ സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറം വെച്ച് ഉപയോഗിച്ച് പറഞ്ഞത് എന്താണ്, ഇ റേസ് ടു മൈനസ് 2 factorial divided by s cube ആണ്. ഓക്കെ, ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു പ്രോബ്ലമാണ്, ഡയറക്റ്റ് ആപ്ലിക്കേഷനാണ്. അതുകൊണ്ട് കൂടുതൽ ഇതിലൊന്നും പറയാനില്ല. നമുക്കൊരു നെക്സ്റ്റ് പ്രോബ്ലം ചെയ്യാം. നെക്സ്റ്റ് പ്രോബ്ലം ഈസ് L of ടി സ്ക്വയർ യു ഓഫ് ടി മൈനസ് 1. ഇവിടെ കുറച്ച് പ്രശ്നമുണ്ട് അല്ലേ. കാരണം യു ഓഫ് ടി മൈനസ് 1 കൊടുത്താൽ ഇതിൻ്റെ വേരിയബിൾ എഫിൻ്റെ വേരിയബിളും ടി മൈനസ് 1 തന്നെയാണ്. പക്ഷേ ഇവിടെ എഫിൻ്റെ വേരിയബിൾ എന്താണ്, ടി ആണ്. സോ ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം എന്താ വെച്ചാൽ, ഇത് സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം എന്താ വെച്ചാൽ, ടി സ്ക്വയർ ഇൻറ്റു യു ഓഫ് ടി മൈനസ് 1നെ എനിക്ക് എന്തായിട്ട് എഴുതാൻ പറ്റും, ടി മൈനസ് 1 പ്ലസ് 1 എന്ന് എഴുതിക്കൂടെ. അങ്ങനെ എഴുതിക്കൂടെ, പ്രശ്നമൊന്നുമില്ലല്ലോ. -1 + 1 എന്ന് പറഞ്ഞാൽ 0 അല്ല. അപ്പോൾ ടി സ്ക്വയറിന് ടി മൈനസ് 1 + 1 എന്ന് എഴുതിക്കൂടെ, പ്രശ്നമില്ല. ഇനി നോക്കിക്കേ, ഇവിടുത്തെ ടി മൈനസ് 1നെ ഞാൻ എ എന്നും 1നെ ഞാൻ ബി എന്നും വിളിച്ചു. അപ്പോൾ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഫോമിലല്ലേ ഇപ്പോൾ ഇതുള്ളത്. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഫോം എന്താണ്, എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ ആണ്. അങ്ങനെയെങ്കിൽ ഇത് എന്തായിട്ട് മാറും, ടി മൈനസ് 1 ഹോൾ സ്ക്വയർ, ടി മൈനസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു ടി മൈനസ് 1 ഇൻറ്റു 1 പ്ലസ് 1 ഹോൾ സ്ക്വയർ ഇൻറ്റു ഈ മൊത്തത്തിലുള്ള സാധനം എന്തിനോട് എന്താണ് മൾട്ടിപ്ലൈ ചെയ്യുന്നു, യു ഓഫ് ടി മൈനസ് 1 ആണ്.
ഞാൻ ഡിവൈസ് യൂസ് ചെയ്തിട്ടാണ് ഇത് എഴുതുന്നത്, അതാണ് കുറച്ച് വൃത്തികേടായിട്ട് കിടക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ചെയ്യാം കേട്ടോ. നമുക്ക് നെക്സ്റ്റ് വീഡിയോ മുതൽ ശരിയാക്കാം. ഇത് ഇപ്പോൾ അറിയാലോ, ഡിവൈസിൽ നമ്മൾ എഴുതുമ്പോൾ കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത്. ഞാൻ കൂടെ പറയുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, നമ്മളതെന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ ഇതെല്ലാം പരിഹരിക്കുന്നതാണ്. സോ ഇവിടെ ഇത്രയും ടേം ഇൻറ്റു യു ഓഫ് ടി മൈനസ് വൺ അല്ല, അപ്പോൾ ഇത് ഓരോന്നായിട്ട് ചെയ്യുമ്പോൾ ടി മൈനസ് വൺ ഹോൾ സ്ക്വയർ യു ഓഫ് ടി മൈനസ് വൺ എന്ന് വരും. പ്ലസ് 2 ഇൻറ്റു ടി മൈനസ് വൺ ഇൻറ്റു വൺ എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു ടി മൈനസ് വൺ ഇൻറ്റു ഇതെന്തായിട്ട് മാറും ഇൻറ്റു യു ഓഫ് ടി മൈനസ് വൺ. അതുപോലെ തന്നെ പ്ലസ് 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 ആണ്. 1 ഇൻറ്റു യു ഓഫ് ടി മൈനസ് വൺ എന്ന് പറഞ്ഞാൽ യു ഓഫ് ടി മൈനസ് വൺ ആണ്. ഇപ്പോൾ നോക്കിക്കേ, ഇവിടെയുള്ള എല്ലാ ടേമിലും ഈ ടി സ്ക്വയർ ഇൻറ്റു യു ഓഫ് ടി മൈനസ് വൺ എന്നുള്ളത് ഇങ്ങനൊരു ടേമായിട്ട് മാറി. ഇതിലുള്ള എല്ലാ ടേമിൻ്റെയും കൂടെ യു ഓഫ് ടി മൈനസ് വൺ ആണെങ്കിൽ ഇവിടുത്തെ ഫംഗ്ഷൻ നോക്കൂ, ടി മൈനസ് വൺ ഉണ്ട്. ഇവിടെ യു ഓഫ് ടി മൈനസ് വൺ ആണെങ്കിൽ ഇവിടെ ടി മൈനസ് വൺ ഉണ്ട്. ഇവിടെ യു ഓഫ് ടി മൈനസ് വൺ വന്നപ്പോൾ ഇവിടെ ഒരു ടേമും ഇല്ല എന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. പക്ഷെ നോക്കിക്കേ, നമ്മൾ കോൺസ്റ്റൻറ്റ് ഫംഗ്ഷനിലെ എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു 1 എന്നുള്ളൊരു ഫംഗ്ഷൻ എടുത്ത് വിചാരിച്ചോ. അപ്പോൾ ഇവിടുത്തെ എഫ് ഓഫ് 3 എന്ന് പറഞ്ഞാൽ അത് 1 ആണ്, എഫ് ഓഫ് 2 എന്ന് പറഞ്ഞാലും 1 ആണ് അല്ലേ. എന്ത് വേരിയബിൾ എടുത്താലും അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. ഇനി എഫ് ഓഫ് √2 എന്ന് എടുത്താലും അതിൻ്റെ വാല്യൂ എന്താണ്, 1 ആണ് അല്ലേ. ടി ഡിഫൈൻ ചെയ്തിരിക്കുന്ന റിയൽ നമ്പേഴ്സിനാണ്, അങ്ങനത്തെ കേസാണ് ഞാൻ പറയുന്നത്. അപ്പോൾ √2 എടുത്താലും 1 ആണ്. അങ്ങനെയെങ്കിൽ എഫ് ഓഫ് ടി മൈനസ് 1 എന്തായിരിക്കും, അതും 1 ആണ്. കാരണം ടിക്ക് എന്ത് വാല്യൂ വന്നാലും അതിൻ്റെ ഫംഗ്ഷൻ വാല്യൂ 1 ആണ്. സോ ഇവിടെ നോക്കിക്കേ, ഇവിടെ 1 അല്ലേ 1 ഇൻറ്റു യു ഓഫ് ടി മൈനസ് 1 അല്ലേ. സോ ഇവിടുത്തെ എഫ് ഓഫ് ടി മൈനസ് 1 എന്താണ്, അത് 1 ആണ്. അപ്പോൾ ഇവിടെയും എഫ് ഓഫ് ടി മൈനസ് 1 ഉണ്ട്. സോ ഇപ്പോൾ നോക്കിക്കേ, ടി സ്ക്വയർ ഇൻറ്റു യു ഓഫ് ടി മൈനസ് 1 എന്ന് പറഞ്ഞപ്പോൾ നേരത്തെ നമ്മൾ വിചാരിച്ചു ടി മൈനസ് 1 ഉള്ള വേരിയബിൾ ഒന്നും കിട്ടിയിട്ടില്ല എന്ന്. പക്ഷേ ഇവിടെ നോക്കിക്കേ, നമുക്ക് ടി മൈനസ് 1 ഓരോ സ്ഥലത്ത് കിട്ടി. ഇനി നമ്മളിത് നമ്മുടെ ഫോർമുലയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഫോർമുല എന്തായിരുന്നു, എൽ ഓഫ് എഫ് ഓഫ് ടി മൈനസ് എ ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ എന്ന് പറയുന്നത് ഇ റേസ് ടു മൈനസ് എ എസ് എഫ് ഓഫ് ഞാൻ വീണ്ടും അങ്ങനെ തന്നെയാണ് എഴുതുന്നത്. ഫോർമുല എൽ ഓഫ് എഫ് ഓഫ് ടി ആണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ എൽ ഓഫ് ടി സ്ക്വയർ ഇൻറ്റു യു ഓഫ് ടി മൈനസ് വൺ എന്തായിട്ടാണ് ഇപ്പോൾ മാറിയിരിക്കുന്നത്, ഈക്വൽ ടു എൽ ഓഫ് ടി മൈനസ് വൺ ഹോൾ സ്ക്വയർ യു ഓഫ് ടി മൈനസ് വൺ പ്ലസ് 2 ഇൻറ്റു ടി മൈനസ് വൺ ഇൻറ്റു യു ഓഫ് ടി മൈനസ് വൺ പ്ലസ് യു ഓഫ് ടി മൈനസ് വൺ ആയിട്ടാണ് മാറിയിരിക്കുന്നത്. ഇനി ഇവിടെ ലീനിയാരിറ്റി അപ്ലൈ ചെയ്യുമ്പോൾ ഈ മൊത്തം ഇക്വേഷൻ എന്തായിട്ട് മാറി, ഈക്വൽ ടു എൽ ഓഫ് ടി മൈനസ് വൺ ഹോൾ സ്ക്വയർ യു ഓഫ് ടി മൈനസ് വൺ പ്ലസ് എൽ ഓഫ് 2 ഇൻറ്റു ടി മൈനസ് വൺ ഇൻറ്റു യു ഓഫ് ടി മൈനസ് വൺ പ്ലസ് എൽ ഓഫ് യു ഓഫ് ടി മൈനസ് വൺ ഇങ്ങനെയാണ് വന്നത്. ഇനി നോക്കിക്കുക, ഇനി വീണ്ടും എൽ ഓഫ് ടി മൈനസ് വൺ ഹോൾ സ്ക്വയർ യു ഓഫ് ടി മൈനസ് വൺ. അപ്പോൾ നമ്മുടെ എന്ത് അപ്ലൈ ചെയ്തു, നമ്മുടെതാ ഈ ഫോർമുല അപ്ലൈ ചെയ്ത് കൊടുത്തു. അപ്പോൾ എഫ് ഓഫ് ടി മൈനസ് വൺ എന്ന് പറയുന്നത് ഇവിടെ എന്താണ്, എഫ് ഓഫ് ടി മൈനസ് എ ആയിട്ട് ഇവിടെ മാറിയിരിക്കുന്നത് എന്താണ്, ഇറ്റ് ഈസ് ഈ എഫ് ഓഫ് ടി മൈനസ് വൺ. കാരണം ഇവിടുത്തെ എ എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ ഇവിടുത്തെ എഫ് ഓഫ് ടി മൈനസ് വൺ എന്താണ്, അത് ടി മൈനസ് വൺ ഹോൾ സ്ക്വയർ ആണല്ലോ. അപ്പോൾ ഇവിടുത്തെ എഫ് ഓഫ് ടി എന്തായിരിക്കും, അത് ടി സ്ക്വയർ ആണ്. അപ്പോൾ ഇതെന്തായിട്ട് മാറി, ഇ റേസ് ടു മൈനസ് എ എസ്. എ എസ് എന്നുള്ളത് A1 ആയതുകൊണ്ട് തന്നെ ഇ റേസ് ടു മൈനസ് എസ് എൽ ഓഫ് എഫ് ഓഫ് ടി എന്ന് പറയുന്നത് ടി സ്ക്വയർ ആണ്. സോ അതങ്ങനെ മാറി. ഇനി രണ്ടാമത്തെ ടേം നോക്കുന്ന സമയത്ത് രണ്ടാമത്തെ ടേമിൽ നമുക്ക് ഒന്നും കൂടി ലീനിയാരിറ്റി വെച്ചിട്ട് 2നെ പുറത്തേക്ക് എടുക്കാമല്ലോ. അപ്പോൾ നമുക്കിപ്പോൾ തൽക്കാലം 2നെ പുറത്തേക്ക് എടുക്കാം. 2നെ പുറത്തേക്ക് എടുത്താൽ ഇത് എന്തായിട്ട് മാറും, ഒരു വേറെ കളറിൽ എഴുതാം അല്ലേ. പ്ലസ് 2 ഇൻറ്റു എൽ ഓഫ് ടി മൈനസ് വൺ ഇൻറ്റു യു ഓഫ് ടി മൈനസ് വൺ ആയിട്ട് മാറി. പ്ലസ് ഇവിടെ യു ഓഫ് ടി മൈനസ് വൺ എന്ന് വന്നു. അപ്പോൾ നോക്കിക്കേ, ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെ എന്താണ്, ഇവിടെ എ എന്ന് പറഞ്ഞാൽ 1 ആണ്. നമ്മൾ ഇക്വേഷൻ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും എ എന്ന് പറഞ്ഞാൽ 1 ആണ്. കാരണം യു ഓഫ് ടി മൈനസ് എ ഇവിടെ ടി മൈനസ് 1 ആണ്. സോ എക്ക് പകരം 1 വന്നു. ഇനി ഇവിടുത്തെ എഫ് ഓഫ് ടി എന്താണ്, ഞാൻ പറഞ്ഞു ഇവിടുത്തെ എഫ് ഓഫ് ടി 1 ആണ്. കാരണം എഫ് ഓഫ് ടി മൈനസ് എ എന്താണ്, അത് എഫ് ഓഫ് ടി മൈനസ് വൺ ഈക്വൽ ടു 1 ആണ് നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് ടി എന്ന് പറഞ്ഞാലും 1 ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു, നമ്മൾ കമ്പയർ ചെയ്ത് എഴുതുന്ന സമയത്ത് ഇ റേസ് ടു മൈനസ് എ എസ് ആണ് വരേണ്ടത്. എ 1 ആയതുകൊണ്ട് ഇ റേസ് ടു മൈനസ് എസ് എൽ ഓഫ് എഫ് ഓഫ് ടി ആണ്. എഫ് ഓഫ് ടി 1 ആണല്ലോ, അപ്പോൾ എൽ ഓഫ് 1 എന്ന് വന്നു. ദിസ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് എ എസ് എൽ ഓഫ് ടി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 ഫാക്ടോറിയൽ ബൈ എസ് ക്യൂബ് പ്ലസ് 2 ഇൻറ്റു ഇവിടെ നോക്കിക്കേ എൽ ഓഫ് ടി മൈനസ് വൺ ഇൻറ്റു യു ഓഫ് ടി എം മൈനസ് വൺ.
അപ്പോൾ നമുക്ക് ഇതിപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടുത്തെ എ എന്ന് പറഞ്ഞാൽ 1 ആണ്. എൽ ഓഫ് ടി മൈനസ് 1 എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് ടി മൈനസ് 1 എന്ന് പറഞ്ഞാലാണ് അത് ടി മൈനസ് 1 ആവുന്നത്. സോ എഫ് ഓഫ് ടി മൈനസ് 1ന് ടി കൊടുക്കുമ്പോൾ ഇവിടുത്തെ ടി മൈനസ് 1നും ടി വരും. സോ എൽ ഓഫ് എഫ് ഓഫ് ടി എന്ന് പറയുമ്പോൾ ഇവിടെ 2 ഇൻറ്റു ഇ റേസ് ടു മൈനസ് എ എസ് എന്നുള്ളത് മൈനസ് എസ്. എൽ ഓഫ് എഫ് ഓഫ് ടി എന്നുള്ളത് ടി ആണ്. ടി പ്ലസ് ഇ റേസ് ടു മൈനസ് എസ്. ഇവിടെ ഒരു മൈനസ് ഇടാൻ മറന്നുപോയില്ലേ, ഇവിടെ മൈനസ് ആണ് കേട്ടോ, ഇടാൻ മറന്നു പോയിട്ടുണ്ട്, അവിടെ മൈനസ് ആണ് വരേണ്ടത്. അപ്പോൾ മൈനസ് എസ് ഇൻറ്റു എൽ ഓഫ് 1. കണ്ടോ, ഇതുപോലത്തെ മൈനസ് ഒന്നും നിങ്ങൾ വിടാൻ മറക്കുമല്ല. ഇത് ഞാനിപ്പോൾ കറക്റ്റ് ടൈമിൽ തന്നെ നമ്മൾ ഫൈനൽ ആൻസർ എഴുതുന്നതിന് മുന്നേ തന്നെ കണ്ടുപിടിച്ചു. പക്ഷേ നിങ്ങൾ എഴുതുന്ന സമയത്ത് ഈ മൈനസ് ഒന്നും ഇടാൻ മറക്കരുത്. അപ്പോൾ ഇ റേസ്റ്റ് മൈനസ് എസ് ഇൻറ്റു എൽ ഓഫ് 1 എന്ന് പറഞ്ഞാൽ എന്താണ്, അത് 1/s എന്നാണ്. അപ്പോൾ ഇതെന്തായിട്ട് മാറി, ഇനി എൽ ഓഫ് ടിയും കൂടി കണ്ടുപിടിക്കേണ്ട. അപ്പോൾ ഇ റേസ്റ്റ് മൈനസ് എസ് ഇൻറ്റു 2 ഫാക്ടോറിയൽ ബൈ എസ് ക്യൂബ് പ്ലസ് 2 ഇൻറ്റു ഇ റേസ്റ്റ് മൈനസ് എസ്. എൽ ഓഫ് ടി എന്ന് പറഞ്ഞത് 1/s² ആണ് പ്ലസ് ഇ റേസ് ടു മൈനസ് എസ് ബൈ 1/s. സോ എൽ ഓഫ് ടി സ്ക്വയർ യു ഓഫ് ടി മൈനസ് 1 എന്ന് പറഞ്ഞാൽ അത് എന്തായിട്ടാണ് നമ്മൾ കണ്ടുപിടിച്ചത്, അത് ഈ വാല്യൂ ആയിട്ടാണ് കണ്ടുപിടിച്ചത്. സോ ഇത് ഇത്രയേ ഉള്ളൂ. ഞാൻ ഡിവൈസ് വെച്ച് എഴുതുന്നതുകൊണ്ട് കുറേ വൃത്തികേടായിട്ട് എഴുതുന്ന പോലെ തോന്നുന്നു. അപ്പോൾ ആദ്യം എഴുതിയതിനേക്കാളും കുറച്ചൊന്നും മോശമായിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കത് മനസ്സിലാവുന്നില്ല എന്നാണെങ്കിൽ നിങ്ങളതൊന്ന് പറയാം കേട്ടോ. സോ ഈ പ്രോബ്ലം ഇത്രയേ ഉള്ളൂ. ഇതിൽ അങ്ങനെ കൂടുതലായിട്ടൊന്നും ചെയ്യാനൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഫോർമുല പഠിക്കുക, നമ്മൾ ഡയറക്റ്റ് അങ്ങ് അപ്ലൈ ചെയ്യുക. ഇനി ഇതുപോലെ ടി സ്ക്വയർ ഒക്കെയാണ് വരുന്നത് വെച്ചാൽ ഇതുപോലെ തന്നെ നമ്മൾ എന്താണോ വേരിയബിൾ വരേണ്ടത്, ടി മൈനസ് 1 ആണ് വരുന്നത് വെച്ചാൽ ഇതുപോലെ -1 + 1 എന്നൊക്കെ ഇട്ട് കൊടുത്താൽ മതി. സോ അത്രയേ ഉള്ളൂ.